ഹായ് ഓൾ, നമ്മളിപ്പോൾ നിൽക്കുന്നത് താഷ്കന്ത് മെഡിക്കൽ അക്കാദമീൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ MBBS അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുന്ന പല ആളുകളും നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കണം എന്നൊക്കെ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റികളൊക്കെ പറഞ്ഞു കൊടുക്കും. യൂണിവേഴ്സിറ്റികൾ പറയുമ്പോൾ നമ്മൾ ഈ താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയൊക്കെ പറയും. അപ്പോൾ ആ പാരൻസിന് സ്വാഭാവികമായിട്ടും ഭയങ്കര സംശയം ഉണ്ടാവും, എങ്ങനെയായിരിക്കും യൂണിവേഴ്സിറ്റി. കാരണം അവർ നാട്ടിലാണ്, കാര്യങ്ങളൊന്നും കാണാൻ ഇവിടെ വന്ന് നോക്കിയിട്ട് അഡ്മിഷൻ എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ നമ്മൾ കൺസൾട്ടൻസി ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പാരൻസിനും സ്റ്റുഡൻസിനും യൂണിവേഴ്സിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാണ് എന്താണ് താഷ്കന്ത് മെഡിക്കൽ അക്കാദമി എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് താഷ്കന്ത് മെഡിക്കൽ അക്കാദമിനെ കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയകൾ കാര്യങ്ങളൊക്കെ കിട്ടും. താഷ്കന്ത് മെഡിക്കൽ അക്കാദമി 2005 സ്ഥാപിതമായ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിക്ക് NMCൻ്റെ അക്രഡിറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ECFMGൻ്റെ അക്രഡിറ്റേഷൻ ഉണ്ട്. ECFMG എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് USMLE എക്സാമൊക്കെ എഴുതണം, അല്ലെങ്കിൽ പ്ലേബ് എക്സാം എഴുതണം, ഈ നമ്മുടെ UK-ൻ്റെ, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ്റെ AMC എക്സാം, ഇങ്ങനത്തെ എക്സാമുകളൊക്കെ എഴുതണമെങ്കിൽ ECFMGൻ്റെ അക്രഡിറ്റേഷൻ വേണം. അതുപോലെ തന്നെ ഈടായിട്ട് WFM 2024 ശേഷം WFMൻ്റെ അക്രഡിറ്റേഷനും ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, ഈ എക്സാമുകളൊക്കെ എഴുതാൻ പറ്റുള്ളൂ. ഈ അക്രഡിറ്റേഷനൊക്കെ ഉള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് താഷ്കന്ത് മെഡിക്കൽ അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ കറൻറ്റ്ലി 300-ലധികം ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, ഇവിടുത്തെ ലാബോറട്ടറി സിസ്റ്റം, അതുപോലെ തന്നെ അനാട്ടമി ലാബ് എങ്ങനെയുണ്ട്, ഇതിനു മുമ്പ് നമ്മൾ ഈജിപ്തിലെ യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്ത് കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ MBBS പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളെ കൗൺസിലേഴ്സായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനും പറ്റും. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. കംപ്ലീറ്റ്ലി നോക്കുകയാണെങ്കിൽ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു യൂറോപ്പ് സ്റ്റൈലാണ് സത്യം പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, നമ്മൾ UK-യിലെ യൂറോപ്പിലൊക്കെ പോയാലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണല്ലോ. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 3 മണിയായി. നമ്മൾ വിൻ്ററിൽ ഇപ്പോൾ നവംബറിലാണ് ഇത് ഷൂട്ട് ചെയ്യണത്. പക്ഷേ 3 മണിയായപ്പോൾ തന്നെ ഇവിടെ ഏകദേശം എന്തായി, സൂര്യനൊന്നുമില്ല, നല്ലൊരു ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിൽ പോയിട്ട് ബാക്കി യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് യൂണിവേഴ്സിറ്റിൻ്റെ എൻട്രൻസ്. ഈ യൂണിവേഴ്സിറ്റിൻ്റെ റിസപ്ഷനിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ലോബിയും പിന്നെ അവിടെ തന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന കോളേജുകൾ, അതുപോലെ തന്നെ അവർക്കുള്ള അക്രിഡിറ്റേഷൻസിൻ്റെ ഒക്കെ ലോഗോ അവർ അവിടെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു സൈഡിലായിട്ട് അവർ നല്ല വൃത്തിക്ക് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു എൻട്രൻസ് ഉണ്ട്. ഇവിടെ ഒരു കോർട്ട്യാർഡ് പോലെ, ഇത് ഏകദേശം ഒരു സ്ക്വയർ പോലുള്ള ബിൽഡിംഗ് ആണ്. രണ്ടാമത് നമ്മൾ ഇവിടെ ഈ ഗ്ലാസ് ഡോർ തുറന്ന് പുറത്ത് വന്നാൽ ഒരു കോർട്ട്യാർഡാണുള്ളത്. ഇവിടെ നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ട് ഉണ്ട്. ഒരു സ്ക്വയർ ബിൽഡിംഗ് ആയതുകൊണ്ട് നടുമുറ്റം എന്ന് പറയില്ല നമ്മുടെ മലയാളത്തിൽ, അതുപോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റി ഇവർ ചെയ്തിരിക്കുന്നത്. ഈ യൂണിവേഴ്സിറ്റിൻ്റെ നടുക്കുള്ള ഈ നടുമുറ്റം എന്നെ വല്ലാണ്ട് ആകർഷിച്ചു. കാരണം ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരു എന്താ പറയുക രീതിയിൽ ചെയ്തൊരു യൂണിവേഴ്സിറ്റി ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു. ഈവൻ നമ്മളിപ്പോൾ ബുഖാര യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു രീതിയിലല്ല അവരത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ പഠിക്കാം. അതുപോലെ തന്നെ ഇവിടെ കഫേകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഫുഡും കാര്യമൊക്കെ ഇവിടുന്ന് കഴിക്കാം. അതുപോലെ തന്നെ സ്നാക്സ്, എല്ലാ കാര്യങ്ങൾക്കും. അതുപോലെ എനിക്ക് എന്തോ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നി ഇങ്ങനെ ഒരു ഡിസൈനിൽ ഇത് ചെയ്തതുകൊണ്ട്. ഏകദേശം 7 ഫ്ലോറുകളാണ് ഈ യൂണിവേഴ്സിറ്റിക്കുള്ളത്, സ്ക്വയറിലുള്ള ഈ ബിൽഡിങ്. പിന്നെ ഇതിന് പുറമെ തന്നെ 5th ഇയർ 6th ഇയർ സ്റ്റുഡൻസൊക്കെ ഇവിടെ ഹോസ്പിറ്റൽസിലാണ് ഉണ്ടാവുക. അതും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ച് കാണിച്ചു തരും, അതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു തരും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ക്ലാസ് റൂമാണ്. ഇവിടെ എങ്ങനെയാണ് ലെക്ചറും കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകും. നമ്മുടെ കൂടെ വന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെയും കൂടി എന്ത് ചെയ്യാം, കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. അവർ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് കോളേജിൽ വന്നത്. അപ്പോൾ അവർ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി? നന്നായിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. ഉഷാറാണ്. വിചാരിച്ച അത്ര കണ്ടോ? ആ, ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി നല്ല തന്നെയാണ്. കണ്ടിട്ടൊരു എക്സൈറ്റ്മെന്റിലാ ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ. ഇനി ആദ്യമായിട്ടല്ല എന്ന് കാണുന്ന യൂണിവേഴ്സിറ്റി. കുറേ സംശയമില്ലേ അഡ്മിഷൻ എടുക്കുമ്പോൾ? ഇനി കാണാൻ പോണുള്ളൂ. ഇപ്പൊ ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇതാണ് മെയിൻ ക്യാമ്പസ്. നല്ല പിന്നെ അവിടെ വേറൊരു ക്യാമ്പസ് ഉണ്ടല്ലേ? പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലുകൾ വേറെ ഉണ്ട്. എന്ത് തോന്നുന്നു? നല്ല അടിപൊളിയായിട്ട്, കുഴപ്പമില്ല.
വിചാരിച്ചത്ര ഉണ്ടോ? ആ ഇഷ്ടപ്പെട്ടു. നല്ല ക്യാമ്പസ്, ആംബിയൻസ് കൊള്ളാം. ക്ലൈമറ്റ് എങ്ങനെയുണ്ട് ഇപ്പോൾ? ക്ലൈമറ്റ് തണുപ്പാണ്, സഹിക്കാം, കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കോർട്ട്യാർഡിൽ നമ്മൾ വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു കോഫി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട്. അത്യാവശ്യം കുട്ടികൾക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്നത് ഇതുകൂടെ നമുക്ക് കാണാം. അത്യാവശ്യം സ്നാക്സും ചായയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എന്താണ് ചിക്കൻ സമൂസ? ചിക്കൻ സമൂസ എങ്ങനെയുണ്ട്? ആ രസമുണ്ട്. കഴിച്ചില്ല. കഴിച്ചില്ല. ചുമക്ക് തുടങ്ങി അപ്പോൾ ചെറുതായിട്ട് ഇത് കഴിക്കാൻ പറ്റുന്ന സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. ഇത് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലുള്ളൊരു മ്യൂസിയമാണ്. പ്രധാനമായിട്ടും പഴയ കാലത്തുണ്ടായിരുന്ന മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സിസ്റ്റം എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ അന്നത്തെ അതിൻ്റെ സയൻറ്റിസ്റ്റുകൾ, ഓരോ ബുക്കുകൾ എഴുതിയ അതിൻ്റെ ഓതേഴ്സ്, അതുപോലെ തന്നെ അന്നത്തെ ലോഗ് ബുക്ക്, പിന്നെ അതുപോലെ അവരുടെ പ്രാക്ടിക്കലായിട്ട് അവർ ചെയ്ത തീസിസുകൾ, റെക്കോർഡുകൾ. ജസ്റ്റ് ഒരു ഡെമോ ആണ്, ഒരു സർജറി ചെയ്യണേ. ഇത് സെക്ഷൻ മെഷീനാണ്. ഇത് നമ്മൾ CPR കൊടുക്കണ ഡീഫൈബ്രിലേറ്ററാണ്. അന്ന് സർജറിക്ക് യൂസ് ചെയ്തിരുന്ന എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഈ ഒരു മ്യൂസിയത്തിനുള്ളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് സയൻറ്റിസ്റ്റുകളെ കുറിച്ചും അവരുടെ ഡീറ്റെയിൽസും അവരുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇതിൻ്റെ വാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ കാലത്ത് ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സിന് യൂസ് ചെയ്തിരുന്ന എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് താഷ്കന്റ് മെഡിക്കൽ അക്കാദമിൻ്റെ ഡീൻ്റെ ഒക്കെ ഓഫീസിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് ഓഫീസ് കയറി ഇപ്പോൾ സംസാരിക്കാൻ പെർമിഷൻ ഇല്ല, പക്ഷെ എന്നാലും നമുക്ക് ഈ ഏരിയ ഒക്കെ കാണാം. ഇതൊക്കെ റെക്ടർ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ലോബി ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് താഴത്തേക്ക് കംപ്ലീറ്റ് കാണാൻ പറ്റും. ഈ നടുമുറ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ക്ലാസ്സിൽ നിന്ന് തുറന്നു നോക്കിയാലും നമുക്കൊരു കോർട്ട്യാർഡ് ഇങ്ങനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നല്ല മനോഹരമായ ഒരു കാഴ്ച, നമുക്ക് മുകളിൽ നിന്ന് താഴത്ത് നോക്കുമ്പോൾ ഒരു യൂറോപ്പൊക്കെ ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു സ്ട്രീറ്റാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് വളരെ ദൂരത്തായിട്ട് മഞ്ഞ് വിരിച്ച് നിൽക്കുന്ന കുറച്ച് മലനിരകൾ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിൻ്റെ മറ്റൊരു സൈഡിൽ വലിയൊരു സ്റ്റേഡിയം, എനിക്ക് തോന്നുന്നു ഇവിടെ അറ്റൻഡൻസ് മീറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന അങ്ങനത്തെ ഒരു വലിയ സ്റ്റേഡിയം, പിന്നെ ഒരു ഫുട്ബോളിന് വേണ്ടിയിട്ടുള്ളൊരു ടർഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമ്മളിനി പോകുന്നത് താഷ്കന്റ് മെഡിക്കൽ അക്കാദമീൻ്റെ ഉള്ളിലുള്ള ഒരു വിശാലമായ ലൈബ്രറിയിലേക്കാണ്. ഈ ലൈബ്രറി എന്ന് പറഞ്ഞാൽ സാധാരണ ലൈബ്രറികളെ പോലെ തന്നെ ഇവിടെ മെഡിക്കൽ ബുക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്ന സമയം മുതൽ അവസാനം വരെ മാത്രമല്ല, നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്തൊക്കെ വന്നിട്ട് ഇവിടെ ബുക്കുകളും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് മെഡിക്കൽ ബുക്സ് അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഹാബിറ്റ്സ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ബുക്കുകൾ ബുക്സ് ആയിട്ടും അതുപോലെ തന്നെ സാധാരണ ബുക്കുകളായിട്ടൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാ സൗകര്യത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് കൂട്ടാൻ ഒരു നല്ലൊരു ഐഡിയ ആണ് ഈ ലൈബ്രറി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക. പിന്നെ ഓൺലൈനിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ലൈബ്രറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ തന്നെയാണ്. ഒരുപാട് സിസ്റ്റവും കാര്യങ്ങളും ഇൻ്റർനെറ്റും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കുട്ടികളെ കൊണ്ട് ആദ്യമായിട്ടാണ് കോളേജ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടന്നത്. അപ്പം അവർക്കും എന്താ പറയുക ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോൾ. കാരണം നാട്ടിൽ നിന്ന് അഡ്മിഷൻ എടുത്ത് ഈ യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊന്നും ശരിക്കും കാണുന്നില്ലല്ലോ, അപ്പോൾ വന്ന് കാണുമ്പോഴൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു മെഡിസിൻ്റെ ക്ലാസ് എടുക്കുന്ന ഒരു ക്ലാസ്സിൽ നമ്മൾ കയറി.
അപ്പം അവിടെ ക്ലാസ് എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വൈറ്റ് കളർ ഒരു ക്യാപ്പ് വെച്ചിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അത് അവിടുത്തെ ഒരു സിസ്റ്റമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അവിടെ മെഡിസിനിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെ ഇതൊരു യൂണിഫോമിൻ്റെ പാർട്ടാണ്. പക്ഷേ ക്ലാസ് റൂമൊക്കെ അത്യാവശ്യം ഹൈടെക് ക്ലാസ് റൂം തന്നെയാണ്. ഡിജിറ്റൽ ബോർഡ്, അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. പിന്നെ തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ അവിടെ ആ സമയത്ത് ഹീറ്ററൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു ലെക്ചർ റൂമാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഓരോ സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഇവർ കുട്ടികളെ ടീച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ബോർഡ് ഉണ്ട്. പിന്നെ അതിന് പുറമെ വന്നിട്ടുണ്ട് ഒരു ഇലക്ട്രോണിക് ടീച്ചിങ് ബോർഡ് ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യണം. അതേപോലത്തെ ഇതിലാണ് ഇവർ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യണത്, പഠിപ്പിക്കുന്നത്. ഇതേപോലത്തെ ഒരുപാട് ക്ലാസ് റൂമുകൾ എന്തുണ്ട് യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ഗ്രൂപ്പാക്കിയിട്ട് കൊണ്ടുവന്നിട്ടാണ് അവരെന്ത് ചെയ്യുക. ഇതിപ്പോൾ അനാട്ടമീൻ്റെ ലെക്ചർ ഹാളാണ്. നേരത്തെ നമ്മൾ കണ്ടത് ചെറിയ ലെക്ചർ ഹാളാണ്. ഇത് വലിയൊരു ലെക്ചർ ഹാളാണ്. അവിടെ അത്യാവശ്യം ഒരു 100 സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ഇവിടെ ഇരിക്കാൻ പറ്റും. ഇവിടെ വലിയൊരു സ്ക്രീൻ ഉണ്ട്. പിന്നെ നമ്മളെ സ്കെൽട്ടൺ സിസ്റ്റം ഉണ്ട്. ഓരോ ഫ്ലോറിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് അനാട്ടമി പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് താഷ്കന്ത് അക്കാദമീൻ്റെ തന്നെ മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിലാണ് ചെറിയ ചെറിയ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഒരു ബിൽഡിംഗ് ആണിത്. ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ലാംഗ്വേജ് ക്ലാസ്സുകളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് ക്ലാസ്സൊന്നും നടക്കുന്നില്ല, അതുകൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റാത്തത്. നമ്മളിപ്പോൾ ഉള്ളത് താഷ്കന്ത് മെഡിക്കൽ അക്കാദമീൻ്റെ ഇൻഫെഷ്യസ് ഡിസീസ് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഇതൊരു ഹോസ്പിറ്റലാണ്, ഇൻഫെഷ്യസ് ഡിസീസുകൾ കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റൽ. ഏകദേശം നമ്മളെ മെയിൻ അക്കാദമിയിൽ നിന്ന് ഒരു 2 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. 5th ഇയർ അതുപോലെ തന്നെ 6th ഇയർ സ്റ്റുഡൻസൊക്കെ ഇവിടെ വന്നിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ലെക്ചർ ഹാളുണ്ട്, നമുക്കത് കാണാം. അവിടെയാണ് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലിനിക്സ് ഇവിടെ തന്നെയാണ്. അവരുടെ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് പേഷ്യൻസ് ആയിട്ടൊക്കെ കാണുന്നതൊക്കെ ഈ ഹോസ്പിറ്റലുകളിലാണ്. ജസ്റ്റ് ഇപ്പോൾ കുറച്ച് മുന്നേ ക്ലാസ് തീർന്നിട്ടുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിലേ ആയി എത്താൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എക്സാം എഴുതുന്നുണ്ടായത്. ഇത് ഇൻഫെഷ്യസ് ഡിസീസിന് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഹോസ്പിറ്റലും കാര്യങ്ങളും ഇതിൻ്റെ കൂടുതൽ ഷൂട്ട് ചെയ്യാം. അതിപ്പോൾ ജസ്റ്റ് ലെക്ചറുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയും അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഞങ്ങൾ കൗൺസിലേഴ്സായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.